ക്രിമിനൽ കേസുകൾ ഒതുക്കി തീർക്കാൻ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥ മാഫിയ സംഘം. രഹസ്യ സംവിധാനം പ്രവർത്തിക്കുന്നത് CPM അനുകൂല സർവീസ് സംഘടനാ പ്രസിഡന്റ് ഹണിയുടെ നേതൃത്വത്തിൽ. സംഭവം നടന്നത് CPM സംസ്ഥാന സെക്രട്ടറി MD ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരിക്കെ. ശബ്ദ സംഭാഷണം ജനം TVക്ക് ലഭിച്ചു. ജനം ബിഗ് ബ്രേക്കിംഗ്. അതെ, ഇവിടത്തെ കഴിഞ്ഞ പരിപാടികള് സംഭവം ഇനി ഒരനക്കം ഉണ്ടാവില്ല. പ്രാഥമിക ഒന്നും അവരോട് അങ്ങനെ പറയണ്ട. പ്രാഥമിക അന്വേഷണങ്ങൾ നടക്കും. പക്ഷെ വേറെ നമ്മുടെ ഒരാളെ പോലും ഇനി പ്രതിയാക്കില്ല. വലിയ പുലിവല്ലാത്ത രീതിയിൽ അവസാനിപ്പിക്കും. ഇത് പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ച് വ്യാജ കള്ള് നിർമ്മാണ കേന്ദ്രം എക്സൈസ് റെയ്ഡ് ചെയ്തതിനു ശേഷം സംഭവം ഒതുക്കി തീർക്കാൻ ഹണിയുടെ നേതൃത്വത്തിൽ നടന്ന ഇടപാടുകളുടെ വിവരമാണ്. നിലവിലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരിക്കെയാണ് ഈ ഇടപാടുകൾ നടന്നതായി ശബ്ദരേഖയിൽ വ്യക്തമാകുന്നത്. കോടതിയിൽ പിന്നെ എക്സൈസിന്റെ ഭാഗത്തു നിന്നുള്ള ജാമ്യം അങ്ങനത്തെ കേസുകൾ അന്വേഷണം ക്രൈംബ്രാഞ്ച് നെൽസനെ വിളിച്ചു. മറ്റേ മന്ത്രിയുടെ PS വന്നു, ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു, പിന്നെ നമ്മുടെ ഹണി സാറ്, പിന്നെ വേറെ 2 ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ 4-5 ഉദ്യോഗസ്ഥന്മാർ ഇരുന്നിട്ടാണ് ഡീൽ ചെയ്ത്. അന്ന് MV ഗോവിന്ദന്റെ PA ആയിരുന്ന VPP മുസ്തഫയും ഈ കൂടിക്കാഴ്ചകളിൽ ഉണ്ടായിരുന്നുവെന്ന് ശബ്ദരേഖയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ അബ്കാരികളുടെ പ്രത്യേക ദൂതനായ ബിജു മറ്റൊരു അബ്കാരിയോട് സംസാരിക്കുന്ന ശബ്ദരേഖയാണിത്. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായ ഹണിയും മറ്റ് 4 പേരും ചേർന്ന് തുടർ അറസ്റ്റുകൾ ഒഴിവാക്കാനായി ശ്രമിച്ചുവെന്ന് ഇതിലൂടെ വ്യക്തം. ഇതിന് കൈക്കൂലിയായി 10 ലക്ഷം രൂപ വാങ്ങിയെന്നും ശബ്ദരേഖയിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപ മധ്യസ്ഥ ചർച്ചയിൽ തന്നെ വാങ്ങിയെന്നും ശബ്ദരേഖയിൽ പറയുന്നു. 10 ലക്ഷം രൂപ സെറ്റിൽമെന്റ്, 5 രൂപ നമ്മുടെ കൊടുത്തു. ബാക്കി മധുവിനെ കൊണ്ട് മധുവിന്റെ കൊടുക്കാന്ന് പറഞ്ഞു. കമ്മീഷണർക്ക് അടക്കമുള്ള സാമ്പത്തികത്തിന്റെ കാര്യം ഒന്നും പറയണ്ട. നമ്മ പറഞ്ഞു അപ്പൊ പറഞ്ഞു തിങ്കളാഴ്ച. അപ്പൊ മന്ത്രിയുടെ PS വിളിച്ചിട്ട് പറഞ്ഞു, പ്രാഥമിക അന്വേഷണങ്ങളുടെ പോയിട്ട് മൊഴി കൊടുക്കണമെങ്കിൽ കൊടുക്കുക, വേറെ ഇനി യാതൊരു ഇഷ്യൂ ഇല്ല. 5 രൂപ കൊടുത്തു, കാശ് മേടിച്ചല്ലോ, പിന്നെ നമുക്ക് അധികാരിയായിട്ട് പറയാലോ. ധൈര്യമായിട്ടിരുന്നോ? ഇടത് സംഘടനാ നേതാവും അബ്കാരിയും അടുത്ത ബന്ധമുള്ള വ്യക്തികളാണെന്ന് ശബ്ദരേഖയിൽ തെളിയുന്നുണ്ട്. AKG സെന്റർ നേരിട്ട് നിയന്ത്രിക്കുന്ന സെക്രട്ടേറിയറ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൂടിയാണ് ഹണി. ആക്രി വസ്തുക്കൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് കടത്തി 25 ലക്ഷം രൂപ നഷ്ടം വരുത്തിയ കേസിൽ പ്രതിയായ ഹണിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് CPM നേതാക്കൾ ഇപ്പോൾ നടത്തുന്നത്. ഈ ശബ്ദരേഖ സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടന്നാൽ മുൻ എക്സൈസ് മന്ത്രിയായിരുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിനീഷ്, ജനം, തിരുവനന്തപുരം.